തറാവീയുടെ വകയാക്കിയ പോലെ തറാവീ നിസ്കാരം എന്നാൽ ഇന്നലെ ചെന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 20 റക്അത്ത് തറാവീ നിസ്കാരം. ഇനി ഇതിലാരെങ്കിലും തർക്കമുണ്ടാകും? എനിക്ക് തർക്കാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദീനത്തിൽ ഇത് കണ്ടുപിടിച്ചെങ്കിൽ നേതാവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അയാൾ എല്ലാ സഹാബത്തെയും കൂട്ടിയിട്ട് 20 റക്അത്ത് തറാവീഹ് ഇമാമോട് വെച്ചിട്ട് സംഘടിപ്പിച്ചിട്ട്. അതേ സമയത്തോ ഇന്ന് ഞങ്ങളുടെ ആയത്ത് 100 വർഷത്തെ അടുത്ത് കുറച്ചാൾ വന്നിട്ട് അങ്ങ് ചെന്നാറ് അങ്ങനെ ഒരു തറാവീഹില്ല. അവിടെ 8 ഇഞ്ചുള്ള ഹദീസ് നിങ്ങൾക്ക് കിട്ടിയത്. തറാവീഹത്തിലെ ഹദീസ് ഉണ്ടോ? 8 ഇഞ്ചുള്ള ഒരു ഹദീസ് ഉണ്ടോ? 8 ഇഞ്ചുള്ള ഒരു ഹദീസ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് എല്ലാവരും 8 നിസ്കരിക്കണമെന്ന് പാസാക്കിയ. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് 8 കണ്ടിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ എത്ര സ്വഹാബത്തിനാറ്, എത്ര ഖുലഫാ ലോകത്തെ ഭരിച്ചിരാറ്, 4 മദ്ഹബുൽ ഇമാമിയങ്ങളില്ലേ, സമുദ്ര പോലത്തെ മഹാന്മാർ. അങ്ങ് എത്രയാണ് ഹദീദൻ പൂർത്തിന്റെ 10 ലക്ഷം ഹദീദ, 4 മദ്ഹബുകളും 20 റക്അത്തല്ലേ തറാവീഹ്. അതിൽ പിന്നെ ഇതുവരെ വന്ന എല്ലാ ഇമാമിയങ്ങളും ഞങ്ങൾ ഉസ്താദുമാരെ സരണി അങ്ങ് എണ്ണിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുമ്പോൾ 20 റക്അത്ത്. പക്ഷെ ഓൻ ചെന്നുകൊണ്ടുള്ള നമുക്ക് ഒരു ഹദീസ് കിട്ടിയത്. ഇത് എന്തൊരു ഹദീസ് പോവാ? ഞാൻ വേദിക്കലെ മദീനത്തെ ഡയറക്റ്റ് പോസ്റ്റാക്കിലായിട്ട് പോയി ഹദീസ്. ഈ ഇമാമിയങ്ങളൊന്നും കാണാത്ത, ഉമർ ഇബ്നുൽ ഖത്താബ് കാണാത്ത ഒരു 8 റക്അത്ത് ഹദീസ് ഇങ്ങനെ കണ്ടോ? അതിക്ക് മറുപടിയുണ്ട് വേറെ. പക്ഷേ ഈ സരണിയിലുള്ള പണ്ഡിതന്മാർ ആർക്കും ഈ 8 കണ്ടിട്ടില്ല. ഞങ്ങളുടെ പ്രായത്ത് വന്നെങ്കിൽ 1 മാത്രം കണ്ടേച്ചെന്നെങ്കിൽ ഇതിക്ക് അഹങ്കാരത്തെ പരമാവധിയിലുള്ളേ. അപ്പൊ എങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് സഹിതമുള്ള എല്ലാ ആൾമാരും നരകത്തിൽ ക്യൂ നിൽക്കണോ? ഇങ്ങനെ 4 ആളെ എവിടെ കൊണ്ടേ? സ്വർഗത്തിൽ കൊണ്ടേ. ഏത് സ്വർഗം? അത് ആകാശഭൂമിയിലെത്ര വിശാലതയുള്ളെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടാൽ മാത്രം കഴിഞ്ഞ 100 വർഷത്തിൽ വന്നെങ്കിൽ കുറച്ചാൾ മാത്രം. ഞാൻ വിചാരിക്കാൻ പേടിയാവില്ല സ്വർഗത്തിൽ. ഇത്രയും പേര് സ്വർഗത്തിൽ 4 ആൾ എന്തിനാക്കും? ഇതൊക്കെയാണ് മുസീബത്തിന്റെ ഉള്ളേ. എവിടെയോ ഹോസ്പിറ്റലിൽ ചേർക്കണമെങ്കിൽ ആൾമാറാണ് ഭ്രാന്തിന്റെ ഉള്ളത്. അല്ലെങ്കിൽ ഭ്രാന്തല്ലേ? അതെന്താ അത്ഭുതം? അവിടെ ഇങ്ങോട്ട് കൂടുതൽ ആൾമാരുണ്ടല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്നാവാത്തൊരു ദീൻ, അതെന്ത് ദീനാണ്? ഈ ഷാഫി ഇമാമ് ഒന്നാവാത്തൊരു ദീൻ എന്ത് ദീൻ? ഹദീസുണ്ട്. എത്ര ഹദീസുണ്ട്? 1 ലക്ഷത്താറ്റി കീഴ് ഹദീസാണ് ഇന്നുള്ളേ. അഹ്മദ് ഇബ്നു ഹംബൽ 10 ലക്ഷം ഹദീസ് മനപ്പാടുണ്ട്. ഈ 10 ലക്ഷം ഹദീസും കൊമ്പറവ് സാധ്യമായിണ്ട്. അയാൾ കാണാത്തൊരു ഹദീസ് ഞാൻ കണ്ടെങ്കിൽ അഹങ്കാരാണ്ടല്ലേ. ഒരാളെ പ്രസംഗം ഞാൻ കേട്ട இந்த ഹദീസെല്ലാം കിട്ടും സുലഭമാണ്. എന്തേ இந்த സോഷ്യൽ മീഡിയ വന്ന് നെറ്റ്വർക്ക് വന്ന് ഗൂഗിൾ അടിച്ചെങ്കിൽ എന്തൊരു കിട്ടുന്നത്? ഗൂഗിൾ അടിച്ചമ്മ എപ്പ ഹദീസ് കിട്ടുന്നത്? അപ്പൊ അഹ്മദ് ഇബ്നു ഹംബലിന്റെ കാലത്ത് എന്തില്ല? ഗൂഗിളില്ല പാവ. അയാളുടെ കാലത്ത് ഈ വാട്സപ്പ് അതൊന്നും ഇല്ലാത്തതുകൊണ്ടും അയാൾക്ക് ഹദീസെ കിട്ടിയിട്ടില്ല. ഇണ്ട് ഹദീസെല്ലാം കിട്ടും ഭാരി സുലഭ. എത്ര ഉണ്ട് ഹദീസ്? ആയിട്ട് പോയിട്ട് 1 ലക്ഷത്താറ്റി കീഴിൽ. പിന്നെ ഇങ്ങളെ കൈക്ക് കിട്ടിയ എല്ലാത്തിനും അച്ചുകുറ്റിയോടെ ഹദീസ് സ്വഹീഹായ ഹദീസ് 5000 കീഴിൽ നിങ്ങളെ അഭിപ്രായത്തിൽ എല്ലാത്തെ പിടിച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ആക്കിയിട്ട് ഇങ്ങ സ്വഹീൽ ചെന്നത് മാത്രമാണ് സ്വഹീൽ. അഹ്മദ് ഇബ്നു ഹംബലിന്റെ കാലത്ത് നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട്, ഗൂഗിൾ ഇല്ലാത്തത് കൊണ്ട് പാവ അയാൾ ഹദീസേ ഇല്ലേ. സുബ്ഹാനല്ലാഹ്. ആര് ചെല്ലേ? മറവിയിട്ടുള്ളത് മാത്രമേ നമുക്കുള്ളേ, വേറെ എന്തും നമുക്കില്ല. അയാൾ 10 ലക്ഷം ഹദീസ് സനദടക്കം വന്നില്ല. നല്ലൊട്ടി കേട്ടെങ്കിൽ ഒരു ഹദീസ് സനദടക്കം വന്നില്ല. സനദിൽ തന്നെ പരമ്പര ചൊല്ലുന്നു. മറ്റൊന്ന് ചൊല്ലുമ്പോൾ ചിലപ്പാവും ഹദീസിന് ലഫ്ള് ഞാൻ ചൊല്ലുക. പക്ഷെ പരമ്പര ചൊല്ലുമ്പോൾ എന്നെ കൊണ്ട് സാധ്യയില്ല. അതായത് നക്കാർ ചൊന്നത്, അയാൾക്കാർ ചൊന്നത്, അങ്ങനെ പോണത് എവിടേക്ക്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പോണു. ഈ പരമ്പരയിലുള്ള ഇമാമിയങ്ങളെ ഹിസ്റ്ററി കൊടുത്തു വേണു. അങ്ങ് ആറ് എന്ത് എവിടെ ഏത് ഇതെല്ലാം കൊടുത്തു വേണു. ഇങ്ങനെ കൊണ്ടിന്നം കെട്ട ആളാണ് സയ്യിദുനാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ എനക്കിടം കെട്ട ആൾമാരാണ് ഇന്നുള്ളേ. അങ്ങനൊട്ടിയാണ് ഒരു ആൾമാർ. ആധുനിക ലോകത്ത്, പുതിയ ലോകത്ത് ഇസ്ലാമിന്റെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി ആൾമാറുണ്ടാ ഇങ്ങളെ ಬಗ್ಗೆ ചൊല്ലേ. ഇങ്ങാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു പറഞ്ഞുകൊണ്ടുള്ളേ. അയാൾ ഹദീസ് കിട്ടിയിട്ടില്ല എന്നുകൊണ്ടുള്ളേ. എന്തോ ഓർമ്മയുടെ ആൾമാർ കൊണ്ടുണ്ടാ. ആ കാലത്തിന്റെ മഹാന്മാർ അങ്ങ് കാതിൽ തുണി വെച്ച് നടന്നുകൊണ്ടിരുന്നാറുണ്ട. മാലിക് ഇമാമിന്റെ ഉസ്താദ് കാതില് തുണി വെച്ച് നടക്കുള്ളൂ. എന്തെങ്കിലും കേട്ടെങ്കിൽ അത് റോഡിൽ ഇങ്ങനെ പോകുമ്പോ കുറെ വിഷയങ്ങളെല്ലാം കേൾക്കലല്ലേ, എല്ലാം കേൾക്കും. അതും മനപ്പാടായി പോണ്ടേ. വേണ്ടാന്ന് കാതിൽ തുണി വെക്കും. ഞങ്ങൾക്ക് ആദ്യം ഇനി എത്ര ഒട്ടാക്കിയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് തടക്കിയുമുണ്ടേ നെനപ്പേനിക്കല്ലേ എല്ലാം മറക്കലും. ഇങ്ങത് എന്ത് കേട്ട് ആ സമയത്ത് അങ്ങനത്തെ ഒരു മെമ്മറി പവറുള്ള ഒരു കമ്പ്യൂട്ടറും ഇല്ല. ഷാഫി ഇമാമിനെ പോലത്തെ ഒരു കമ്പ്യൂട്ടർ ലോകത്ത് വന്നിട്ടേ ഇല്ല. മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുടെ പോലത്തെ ഒരു കമ്പ്യൂട്ടർ മന്ദിനാൾ വരെ കണ്ടുപിടിക്കുക സാധ്യമേ ഇല്ല. ഞങ്ങളുടെ മൈൻഡ് അങ്ങനത്തതാണ്. കാതിൽ തുണി വെച്ചോണ്ട് കൊണ്ടാറുണ്ടെങ്കിൽ ഞങ്ങളെ ഹിഫുകളെ പറ്റി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എത്രയേ ക്ലാസ് അവൻ സ്കൂളിൽ പോകട്ടെ, അവൻ ഡിഗ്രിയുടെ മേൽ ഡിഗ്രി PG എന്തൊരു വേണമെങ്കിൽ എടുക്കട്ടെ, നല്ലതെല്ലാം മൊബൈലിലാണ്.
ஒரு 5x8 ಎತ್ತರದಲ್ಲಿ ಕೇಟೆಂಗಿಂದ ತೊಂಡೊಟ್ಟಿ ಅವನಪ್ಪ ಮೊಬೈಲ್ ಒತ್ತಿದ್ದು ನೋಡ್ಬಿಡೆ 5x8 ಎಷ್ಟು ಅದು 40 ಅಪ್ಪ ಚೊಲ್ಲೋಗ ಅವಳೆ ಚೊಂದೆಂದು ನನ್ನ ಬುದ್ಧಿ എല്ലാം ഇത് പണയം വെച്ചിട്ടായിരുന്നു നാനിന്റെ ഭയങ്കര ചൊന്നോണ്ടുള്ളേ ഞാൻ ടെക്നോളജി യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടുള്ളേ ഈ യന്ത്രം ഇല്ലെങ്കിൽ ഞാൻ ഇല്ലേ ഇല്ലേ അപ്പോ നച്ചുണ്ടും ഇല്ലേ ഒരു പക്ക ഒരു അങ്കടിയിൽ ഒരു ഇതെടുത്ത് പോയിട്ട് കുടിക്കുന്നതുണ്ട് സോഡ അതെടുത്ത് അത് എത്ര എടുത്തേ 5 എടുത്തതാണ് ഒരു പക്ക 5 എടുത്തിട്ടാകുമ്പോൾ അവിടെ അങ്ങോട്ട് വലിയ ഡിഗ്രി പഠിച്ചോ എപ്പോഴും ചെയ്തിട്ടും പോണ്ട ഈ കോളേജിൽ പഠിക്കുന്ന ആൾ മറുപടി ഓർമ്മ ഞങ്ങളുടെ ഓർമ്മയുടെ വിഷയം ഞാൻ തോന്നുന്നു അങ്ങനെ പോയിട്ട് 5 എടുത്ത് എത്ര രൂപ 7 രൂപ ഇതെല്ലാം ഇഷ്ടം മൊത്തം ഇത് ഞാൻ 35 രൂപയിലേക്ക് വിളിച്ചോളെ ഉള്ളിൽ പോയി അവിടെ കണ്ടേ എവിടെ ഉള്ളാണ്ട് ഇങ്ങനെ തേടി തേടി നോക്കുമ്പോൾ ഉള്ളിൽ പോയിട്ട് ഇത് ഞെക്കും 5x7 6 ഡിഗ്രിയുടെ മേൽ ഡിഗ്രി ആക്കിയവളും ഞാൻ അച്ഛനാക്കിയ ഞങ്ങളെല്ലാം പണ്ട് ഇങ്ങനത്തേത് ഞങ്ങളാണ് അഹമ്മദ് ഹംബൽ ഹദീസ് കിട്ടിയിട്ടില്ല എൻ്റെ ഷാഫി ഇമാം രണ്ട് കണക്കാട്ടിലുള്ള ജാഗയില്ല കണ്ട് അതുകൊണ്ട് ചേർക്കുക ആവുന്നില്ല അള്ളാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പൊ ഞാൻ ചെന്ന് വന്നുകൊണ്ടുള്ളേ പർവ്വതത്തിൽ താണ്ടത് പോകുക പാറക്കല്ല് താണ്ടത് പോകുക നിക്ക് അങ്ങനെ താണ്ടണോണ്ട് മനസ്സില്ലെങ്കിൽ നിന്റെ ഔത്തരം മതിലുണ്ട് ലൈക്ക് പോയിട്ട് താണ്ടണം അതേ സമയത്ത് പാറക്ക് പോയിട്ട് താണ്ടെങ്കിൽ എന്താവും സുബ്ഹാനല്ലാഹ്